ഏറെ പതിറ്റാണ്ട് കാലത്തെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ദൈവത്തിന് വഴിപ്പെട്ട് ജീവിച്ചിട്ട് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ബൈനറിക്കെതിരെ, രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അതിർത്തിക്കെതിരെ, രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂസിനെതിരെ, കാരണം ദൈവികമായ മൂല്യങ്ങൾ ഒരിക്കലും മാനവിക മൂല്യങ്ങളായിട്ട് ഏറ്റുമുട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച തലമുറകളുടെ സംഗമം എന്ന പരിപാടിയിൽ ഒ അബ്ദുറഹ്മാൻ നടത്തിയ പ്രസംഗമാണ് പുറത്തായത്. അബ്ദുറഹ്മാൻ 1975-ൽ ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ ഇന്റർപ്രട്ടർ തസ്തികയിൽ ജോലി ചെയ്യുമ്പോൾ നടന്നതാണ് സംഭവം. അക്കാലത്ത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതോടെ RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇന്ദിരാഗാന്ധി സർക്കാർ നിരോധിച്ചു. എന്തുകൊണ്ട് ഈ സംഘടനകളെ നിരോധിച്ചുവെന്ന് വിശദീകരിച്ച് ഖത്തർ മാധ്യമങ്ങൾക്ക് നൽകാനായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ എംബസിയിലേക്ക് കത്തുകൾ അയച്ചിരുന്നു. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് എന്തിനാണെന്ന് വിശദീകരിക്കുന്ന കത്തുകൾ താൻ നശിപ്പിച്ചതായാണ് ഒ അബ്ദുറഹ്മാന്റെ വിവാദ വെളിപ്പെടുത്തൽ. RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലി കൂടി എനിക്കുണ്ട്. മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ RSSനെ നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ അയക്കും, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും, അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളി ചെലവാക്കും. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കള്ളമായ വിവരങ്ങളാണ് കേന്ദ്ര സർക്കാർ ഖത്തറിലേക്ക് അയച്ചത്. ഇത് വിതരണം ചെയ്യാൻ മനസാക്ഷി അനുവദിച്ചില്ല. ചെയ്തത് രാജ്യദ്രോഹമാണോ എന്ന് തന്നോട് ചോദിക്കരുതെന്നും അബ്ദുറഹ്മാൻ വ്യക്തമാക്കുന്നുണ്ട്. ചെയ്തത് രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്റെ ഉത്തമനുസരിച്ച് ചെയ്യേണ്ടതാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി സൈദ്ധാന്തികനും മാധ്യമം ഗ്രൂപ്പ് എഡിറ്ററുമാണ് ഒ അബ്ദുറഹ്മാൻ. മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കാനായി ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി നൽകിയ രേഖകൾ നശിപ്പിച്ചുവെന്നതാണ് വെളിപ്പെടുത്തലിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിനെതിരെ അക്കാലത്ത് ഖത്തറിൽ പ്രതിഷേധമുയർന്നിരുന്നു. ഇത് പരിഹരിക്കുക കൂടി ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര സർക്കാർ ഖത്തർ മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ കൈമാറാൻ തീരുമാനിച്ചത്.